പിതാവേ, അപ്പോൾ ഈ നല്ല സമയത്തിനായി സ്തോത്രം ഡാഡി. അങ്ങയുടെ നാമത്തിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്രയാഗങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ ആലയത്തിലെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. കർത്താവിൻ്റെ നാമത്തിന് വലിയ മഹത്വം ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തെ സാക്ഷിച്ചിരിക്കുന്ന, അങ്ങ് ചെയ്ത എല്ലാ നന്മകളെയും സാക്ഷിച്ചിരിക്കുന്ന മക്കളെ അങ്ങ് മാനിക്കണം. കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി അന്ത്യത്തോളം ശോഭിപ്പാൻ കൃപ നൽകണമേ. വലിയ ദൈവപ്രവൃത്തികൾ അനേകം ഇനിയും സ്വന്തമാക്കുവാൻ കൃപ നൽകണം. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ അങ്ങ് മക്കളെ മാനിക്കണമെന്നതാ. തിരുവചനത്തിനായി ഞങ്ങളെ ഒരുക്കണം, ഉള്ളങ്ങളെ നല്ല നിലങ്ങളാക്കി മാറ്റണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 30, 60, 100 മേനിയായി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഇറങ്ങി വരുവാൻ സഹായിക്കണം. ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുവാൻ കൃപ നൽകണം. ഉള്ളങ്ങളെ തുറക്കണം. നല്ല വ്യക്തതയോടുകൂടെ, തെളിവോടുകൂടെ തിരുവചനങ്ങൾ ഏറ്റെടുക്കുവാൻ കൃപ നൽകണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അലസതകളെല്ലാം മാറിപ്പോകട്ടെ. വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങളുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ വർഷത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ പാദത്തിൽ ആരാധിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കാം. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ ഞായറാഴ്ച നാം ചിന്തിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു? എല്ലാം പോയി. മടിയെക്കുറിച്ചാണ്, മടിയനെക്കുറിച്ചാണ്. മടിയനെ ദൈവം അനുഗ്രഹിക്കില്ല. മടിയൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. മടിയൻ ദുഷ്ടനാണ്. മടിയനെയും ദുഷ്ടനെയും ഒരേ കാറ്റഗറിയിൽ ദൈവം പെടുത്തിയിരിക്കുകയാണ്. കറക്റ്റ്. മടിയന്മാരെല്ലാം കരങ്ങളിൽ ഒരു ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഇല്ലല്ലോ, ആരുമില്ല. ഓക്കെ, ഫൈൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നിന്ന് ആരംഭിക്കാം. ദൈവത്തിൻ്റെ ശക്തിയിൽ പ്രയോജനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ അഭിഷിക്തരെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് പല നിലകളിൽ ദൈവം പല അഭിഷിക്തരെയും ഉപയോഗിച്ചു. എല്ലാവർക്കും ഒരേ ശക്തിയല്ല വെളിപ്പെട്ടത്. എല്ലാവരും ഒരേ മഹത്വത്തിലല്ല നടന്നത്. പലരെയും പല നിലകളിലാണ് ദൈവം നടത്തിയത്. വിശ്വാസത്തിലെങ്കിൽ അവർ വിശ്വാസത്തിൻ്റെ പല തട്ടുകളിലായിരുന്നു. ദൈവസ്നേഹത്തിലെങ്കിൽ അതിൻ്റെ പല തട്ടുകളിലായിരുന്നു. അഭിഷേകത്തിലെങ്കിൽ അതിൻ്റെ പല തട്ടുകളിലായിരുന്നു. ദൈവശക്തിയിലെങ്കിൽ അതിൻ്റെ പല തട്ടുകളിൽ. കൃപയിലാണെങ്കിൽ അതിൻ്റെ പല തട്ടുകളിലായിരുന്നു. എന്നാൽ നമ്മൾ ക്രിസ്തുവാകുന്ന തലയോളം വളരണം, ഉയരങ്ങളിൽ കയറണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാനും മിണ്ടാതിരിക്കും. ഓക്കെ, ശരി. മത്തായി 28:18 കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് കർത്താവിൻ്റെ മേൽ ആ അധികാരം വെളിപ്പെട്ടത്? തൻ്റെ മക്കൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ മക്കൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ആ അധികാരവും ആ ശക്തിയും തൻ്റെ മക്കളിൽ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ അധികാരമുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, മഹത്വം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ മനുഷ്യൻ നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ യേശു വന്നു. കാൽവരി ക്രൂശിൽ ഒരു യാഗമായി മാറി. ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾക്കുള്ളതാണ്. വേണ്ടേ? ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ ഇരുന്നവർ ഞാൻ എഴുമ്പിച്ച് നിർത്തും. സ്തോത്രത്തോടെ സമർപ്പണമുള്ള, ദൈവഭയമുള്ള, ദൈവസ്നേഹമുള്ള ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നാൽ വന്നതുപോലെ ഇരിക്കില്ല, വെറുതെ ഇരിക്കില്ല. ശക്തി വെളിപ്പെടും, ശക്തി തരും. ആ ശക്തി നാം പ്രാപിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് എവിടെയാണ്? ആത്മാവിൽ. ദൈവം മനുഷ്യനെ ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 തലങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിലെവിടെയാണ് ആ ശക്തി ലഭിക്കുന്നത്? ആത്മാവിൽ. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നാം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതില്ലെങ്കിൽ നാം ദൈവത്തിനുള്ളവരല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാത്തവർ ദൈവത്തിനുള്ളവർ അല്ല. ദൈവത്തിനുള്ളവർ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം, പ്രാപിക്കും.
ആ ആത്മാവുണ്ടെങ്കിൽ ജീവനുണ്ട്, ആത്മാവില്ലെങ്കിൽ ജീവനില്ല. ജീവനുള്ളതെല്ലാം യഹോവയെ സ്തുതിക്കുന്നു. ജീവനുള്ളതൊന്നും വാ അടച്ച് വെറുതെ ഇരിക്കില്ല. ജീവനുള്ളത് സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ജീവനില്ലാത്തതിന് വായി തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കമ്പി കൊണ്ട് കുത്തിയാലും കമ്പിപ്പാറ കൊണ്ട് കുത്തിയാലും വാ തുറക്കില്ല. ഇതെന്തെന്ന് റീസൺ എന്നറിയാമോ? ജീവനില്ല. ജീവനുള്ളത് കർത്താവ്, അടുത്തൊക്കെ എടുത്ത് പറഞ്ഞേ, ജീവനുള്ളത് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കും. വേറൊരാണെങ്കിൽ എടുത്ത് പറഞ്ഞേ, ജീവനുള്ളത് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനില്ലാത്തത് ഇരുന്ന് ഉറങ്ങും, ജീവനില്ലാത്തത് വായി തുറക്കാതിരിക്കും, ജീവനുള്ളത് സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കുന്നവരെ നോക്കിക്കോളൂ, ജീവനുണ്ടോ ജീവനില്ലേ നോക്കിക്കോളൂ. ഓക്കെ, ജീവനോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ശരി, അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ശക്തി ലഭിക്കും. ഈ ശക്തിയാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പലതരത്തിൽ ദൈവത്തിൻ്റെ മക്കൾ പ്രയോജനപ്പെട്ടു. പലർക്കും പല അളവിലാണ് ശക്തി ലഭിച്ചത്. ഓക്കെ, ചില ശക്തിയിൽ തലവേദന മാത്രമേ മാറുകയുള്ളൂ, എന്നാൽ ചില ശക്തിയിൽ ക്യാൻസർ മാറും. ഹല്ലേലൂയ. ചില ശക്തിയിൽ എന്തേ മാറുള്ളൂ? തലവേദന മാറുള്ളൂ. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിച്ചു, തലവേദന മാറി. എന്നാൽ ശക്തി കൂടുതൽ വരുമ്പോൾ ക്യാൻസർ മാറും, എയ്ഡ്സ് മാറും. ആമേൻ. ഇല്ലാത്ത കാൽ പുതിയതായി വരും, ഇല്ലാത്ത അവയവങ്ങൾ പുതുതായി വരും. ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് മഹത്വം വർദ്ധിക്കും. ഞാൻ ഈ പറയുന്നത് ഒന്നും മടിയന്മാർക്ക് വേണ്ടിയിട്ടേ അല്ല. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. നിങ്ങളിവിടെ ഇരിക്കുന്നതിനേക്കാൾ എഴുന്നേറ്റ് പോകുന്നത് നല്ലതാ. പക്ഷെ സ്തുതിക്കുന്ന മക്കൾ ഇത് ഏറ്റെടുക്കണം. ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ഇത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കളെ ശക്തിയുള്ളവരാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. ശക്തിയില്ലാത്ത, അഭിഷേകമില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത ക്രിസ്ത്യാനികൾ എന്ന പേര് മാത്രമേ ഉള്ളൂ, അവർ ദൈവത്തിലുള്ളവരല്ല. അഭിഷേകമില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത, ദൈവശക്തിയില്ലാത്തവർ ദൈവത്തിലുള്ളവർ അല്ല. അത് വെറും മതമാണ്. ആത്മാവില്ലാത്ത വെറും മതം. മതഭക്തി വേണ്ട, അഭിഷേകത്തിൻ്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, യേശുവിൻ്റെ ശക്തി വേണം. അടുത്ത എടുത്ത് പറഞ്ഞേ, മതഭക്തി വേണ്ട, വേഷം കെട്ട് വേണ്ട, ആത്മാവിൻ്റെ ശക്തി വേണം. ചിലർക്ക് വേഷം കെട്ട് മാത്രമേ ഉള്ളൂ, ഭക്തിയുടെ വേഷം കെട്ട് വേണ്ട, മതഭക്തി വേണ്ട, പള്ളിഭക്തി വേണ്ട, യേശുവിൻ്റെ ശക്തി വേണം, അഭിഷേകത്തിൻ്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, ഭൂതങ്ങളെ പുറത്താക്കുന്ന, രോഗങ്ങളെ സൗഖ്യമാകുന്ന, ആമേൻ, വലിയ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്ന അഭിഷേകത്തിൻ്റെ ശക്തി വേണം. ശക്തിയുള്ള ദൈവത്തിൻ്റെ മക്കൾ എവിടെ നിന്നാലും അവിടെ മഹത്വം വെളിപ്പെടും, അവിടെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും. ശക്തിയുള്ള ദൈവത്തിന്റെ മക്കൾ നോക്കുമ്പോൾ ആ നോട്ടത്തിൽ അത്ഭുതം നടക്കും. ശക്തിയുള്ള ദൈവത്തിന്റെ മക്കളുടെ ചിന്തയിൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. ശക്തിയുള്ള ദൈവത്തിന്റെ മക്കൾ എവിടെയൊക്കെ ഇടപെടുന്നുവോ അവിടെ എല്ലാം മഹത്വം വെളിപ്പെട്ടു വരും. മഹത്വം വെളിപ്പെട്ടു വരും. ശക്തി വേണം. എന്ത് ശക്തി വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കും തോറും ശക്തി വർദ്ധിക്കും. ആരാധിക്കുമ്പോൾ ശക്തി വർദ്ധിക്കും. കൂട്ടായ്മയിൽ ശക്തി വർദ്ധിക്കും. വചനം ധ്യാനിക്കുമ്പോൾ ശക്തി വർദ്ധിക്കും. ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുമ്പോൾ ശക്തി വർദ്ധിക്കും. സാക്ഷി പറയുമ്പോൾ ശക്തി വർദ്ധിക്കും. വെറുതെ ഇരിക്കുന്നവർ, നന്മകൾ പ്രാപിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവർ ഉള്ള ശക്തിയും ചോർന്നു പോകും. എന്നാൽ ശക്തിയെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെ പരിപാലിക്കണം. അതിനെ പരിപാലിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വത്തെ കർത്താവ് തന്റെ മക്കൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ശരി, മറ്റൊരു ഭാഗത്തിൽ വെളിപാട് പുസ്തകം 11-ാം അധ്യായം 3, 4, 5, 6 വാക്യങ്ങളെ നോക്കാം. വെളിപ്പാട് 11:3 മുതലുള്ള വാക്യങ്ങൾ. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടെടുത്തുകൊണ്ട് 1150 ദിവസം പ്രവചിക്കും. തമിഴിൽ വായിച്ചേ. ഏത് ലാംഗ്വേജാ? என்னுடைய 2 சாட்சிகளும் 2 வஸ்திரம் உடுத்தி கொண்டிருக்கிறவர்களாய் 1150
160 நாளளவும் தீர்க்க தரிசனம் சொல்லும்படி അടുത്ത വാക്യം. பூலோகத்தின் ஆண்டவருக்கு முன்பாக நிற்கிற 2 ஒலிவ மரங்களும் 2 വിളക്ക് തണ്ടുകളും ഇവകളെ. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. രണ്ടുപേരെ കുറിച്ച് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു. ആരൊക്കെയാണ്? ഹാനോക്കും ഏലിയാവും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു. ഏലിയാവ് തീയായി കത്തിജ്വലിച്ചു, മരണം കാണാതെ എടുക്കപ്പെട്ടു. ഓക്കെ, എന്നാൽ ഇവരാണെന്ന് കരുതപ്പെടുന്നു. ഇവരുടെ ആത്മാവിന്റെ ശക്തി ഇനിയും വെളിപ്പെടുമെന്ന് ആണ് ഈ വചനത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വാക്യം, 5-ാം വാക്യം. ഒരുവൻ അവർകളെ சேதப்படுத்த മനതായിരുന്നാൽ അവരുടെ വായിലിരുന്ന് അഗ്നി പുറപ്പെട്ട്. ശരി, ഓക്കെ, നോക്കിയേ. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ, ഇവർക്ക് ഈ അഭിഷേകമുള്ള ദൈവത്തിന്റെ മക്കൾക്ക് ആരെങ്കിലും ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ, ചിന്തിച്ചാൽ, വിചാരിച്ചാൽ, അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. ഇതെന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ പവർ ഉള്ള ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. ഉയർന്ന നിലയിൽ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? അവർക്കെതിരെ ചിന്തിച്ചാലേ അടി കിട്ടും, അവർക്കെതിരെ സംസാരിക്കുമ്പോഴേ അടി കിട്ടും. ഓക്കെ, ശക്തി കുറവാണെങ്കിൽ അവർക്കെതിരെ എന്ത് പറഞ്ഞാലും ശരി ഒന്നും നടക്കില്ല, അവർക്കെതിരെ എന്ത് ചിന്തിച്ചാലും ശരി ഒന്നും നടക്കില്ല. പക്ഷെ ശക്തി കൂടുതലാണെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുമ്പോഴേ അടി കിട്ടും, അവർക്കെതിരെ ചിന്തിക്കുമ്പോഴേ അടി കിട്ടും. അപ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് എന്ത് വേണം? ശക്തി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്ത് പ്രാർത്ഥിക്കണം? അവരുടെ വിടുതലിനായി, അവരുടെ മാനസാന്തരത്തിനായി, അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വെളിച്ചം വരുവാനായി പ്രാർത്ഥിക്കണം. അവർക്കെതിരെ പ്രാർത്ഥിക്കുവാൻ പാടില്ല. എന്നാൽ എതിരെ ചിന്തിക്കുന്നവനെ പോലും അടിക്കുന്ന ദൈവത്തിന്റെ ശക്തി ദൈവമക്കളോട് കൂടെയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ, എതിരെ പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവരുടെ വിടുതലിനായിട്ടല്ല, അവരുടെ രക്ഷയ്ക്കായി. എല്ലാവരും പറഞ്ഞേ, ശത്രുക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാം, ശത്രുക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാം. എന്ത് രക്ഷ? ആത്മരക്ഷ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. എന്നാൽ അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ല പറയുന്നത്. അവരുടെ വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവർ കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ അതവർ സ്വന്തമാക്കിക്കൊള്ളും. മക്കളായി മാറുമ്പോൾ മക്കൾക്കുള്ള അപ്പം ലഭിക്കും. നായ്ക്കുട്ടികൾക്ക് മക്കൾക്കുള്ള അപ്പം ലഭിക്കില്ല. മക്കൾക്കുള്ള അപ്പം ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം, ദൈവത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിൽ നിന്നുള്ള നന്മകൾ, ഇത് മക്കൾക്കുള്ള അപ്പം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യവും നായ്ക്കുട്ടികൾക്കുള്ളതല്ല. ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യവും ആർക്കുള്ളതല്ല? നായ്ക്കുട്ടികൾക്കുള്ളതല്ല. നായ്ക്കുട്ടി ആരാണ്? ആരാധന വേണ്ടാത്തവൻ, കൂട്ടായ്മ വേണ്ടാത്തവൻ, വചനം വേണ്ടാത്തവൻ, നന്ദിയില്ലാത്തവൻ, ദൈവം നന്മ ചെയ്താലും നന്ദിയില്ലാതെ സ്വന്തം വഴികളിൽ പോകുന്നവൻ നായ്ക്കുട്ടി. നായ്ക്കുട്ടി ആകരുത്, മക്കളായിരിക്കണം. മക്കൾ എവിടെ കാണും? മേശയിങ്കൽ കാണും. മക്കൾ മേശയിങ്കൽ കാണും. മക്കൾക്കെന്ന് സ്പെഷ്യലായി ചില അപ്പമുണ്ട്. സൗഖ്യമെന്ന അപ്പം, വിടുതൽ എന്ന അപ്പം, ദൈവശക്തി എന്ന അപ്പം, ദൈവമഹത്വം എന്ന അപ്പം, ദൈവകൃപ എന്ന അപ്പം, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എന്ന അപ്പം, മക്കൾക്കുള്ള അപ്പം ദൈവം പ്രത്യേകം വെച്ചിട്ടുണ്ട്. അത് നായ്ക്കുട്ടിക്ക് കിട്ടില്ല. തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കുട്ടിക്കുള്ളതല്ല ആ അപ്പം. അവൻ മേശയെങ്കിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ് ആ മക്കൾക്കുള്ള അപ്പം. താങ്ക് യു ജീസസ്. മക്കൾക്കുള്ള അപ്പം സ്വന്തമാക്കുന്നവർ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനം, ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. 2025 ആരംഭത്തിൽ നാം നിൽക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിപ്പിൻ, ഇത് മഹത്വത്തിന്റെ ദിനമായിരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും. ഹല്ലേലൂയ. കർത്താവിനോട് ദാഹമുള്ള മക്കൾക്ക്, കർത്താവിനോട് വാഞ്ചയുള്ള മക്കൾക്ക്, ദൈവിക കാര്യങ്ങൾ ശ്രദ്ധയുള്ള മക്കൾക്ക് ഈ വർഷം അനുഗ്രഹമായിരിക്കും. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ലോകത്തിൽ എത്ര കലക്കങ്ങൾ ഉണ്ടായാലും, എത്ര വ്യാകുലതകൾ ഉണ്ടായാലും, എത്ര ബാധകൾ വന്നാലും ദൈവത്തിന്റെ ജനത്തെ കർത്താവ് കാത്തുകൊള്ളും. ഹല്ലേലൂയ.
ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരു ദോഷവും തട്ടുകയില്ല, ഒരനർത്ഥവും ഭവിക്കയില്ല. ദൈവജനത്തിന്, അഭിഷേകത്തിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. അത്യുന്നതന്റെ മറവിലിരുന്നാൽ, സർവശക്തന്റെ നിഴലിൻ കീഴിലിരുന്നാൽ, ലോകത്തിന്റെ മക്കൾക്കും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിനും തമ്മിലുള്ള വ്യത്യാസം ദൈവത്തിന്റെ മക്കൾ കാണും. സ്തുതിക്കുന്ന ദൈവജനം ആ വ്യത്യാസം കാണും. ലോകത്തിന്റെ മക്കൾക്കും ദൈവത്തിന്റെ മക്കൾക്കും ഒരു വ്യത്യാസത്തെ കാണിക്കുന്ന ഒരു വർഷമാണ് ഈ 2025. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമക്കൾക്കും ആരാധിക്കാത്ത ദൈവമക്കൾക്കും ഒരു വ്യത്യാസത്തെ കാണിക്കുന്ന വർഷമാണ് ഈ 2025. ഹല്ലേലൂയ. ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും ഒരുപോലെ ഇരിക്കില്ല. There will be a difference. ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസം സ്വർഗം വെളിപ്പെടുത്തും. ലോകം അത് കാണും. ലോകത്തിന്റെ ബുദ്ധിക്ക് നിരക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത, ചിന്തിച്ചാലും മനസ്സിലാകാത്ത, സയൻസിന് അളക്കുവാൻ പറ്റാത്ത വലിയ ദൈവ മഹത്വത്തെ, വലിയ ദൈവ പ്രവൃത്തിയെ ആരാധിക്കുന്ന മക്കൾക്കായി, തന്റെ ജനത്തിനായി കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. സ്തുതിക്കുന്ന മക്കൾക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട് ദൈവത്തിന്റെ മുന്നിൽ. ആരാധിക്കുന്ന മക്കൾക്ക് പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ മുന്നിൽ. വചനത്തെ ഏറ്റെടുക്കുന്ന മക്കൾക്ക് പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ മുന്നിൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വചനം ഏറ്റെടുക്കുവാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി കർത്താവിനോട് ചേർന്ന് വരണം. അപ്പാ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിടുവിക്കണമേ. ആ വചനങ്ങളെ ഏറ്റെടുത്ത് വചനത്തിന്റെ വെളിച്ചത്തിൽ വളരുവാൻ, വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുവേൻ. വചനം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ there is something wrong. അവിടെ എന്തോ തകരാറുണ്ട്. അത് നേരെയാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ശക്തരായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെതിരെ ചിന്തിച്ചാൽ തന്നെ തീ പുറപ്പെടും. എന്തിനുള്ള തീ? നശിപ്പിക്കുന്ന തീ, ദഹിപ്പിക്കുന്ന തീ, സംഹരിക്കുന്ന തീ പുറപ്പെടും. അങ്ങനെയുള്ള ശക്തിയുള്ള ദൈവത്തിന്റെ അഭിഷിക്തർ എഴുന്നേൽക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇത് സഭയുടെ വാഴ്ചയുടെ കാലഘട്ടമാണ്. ഇത് ന്യായവിധിയുടെ കാലഘട്ടമാണ്. വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കേണ്ടുന്ന കാലഘട്ടമാണ്. ദൈവത്തിന്റെ ശക്തിയോടും അഭിഷേകത്തോടും കൂടെ ദൈവത്തിന്റെ മക്കൾ എഴുന്നേൽക്കേണ്ടുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഹല്ലേലൂയ. പ്രകൃതിയുടെ മേൽ ദൈവത്തിന്റെ മക്കൾക്ക് അധികാരമുണ്ടാകും. സകലത്തിന്റെ മേലും ദൈവജനത്തിന് അധികാരമുണ്ടാകും. സഭ ഭൂമിയെ വാഴും. ഹല്ലേലൂയ. ഒരു ശക്തിക്കും ഒരു ബുദ്ധിക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത വലിയ ആത്മീക കൊയ്ത്ത് നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത് എത്രയും വേഗം ആരംഭിക്കുവാൻ പോവുകയാണ്. ഒരു ബുദ്ധിക്കും ഒരു ശക്തിക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത, പാരമ്പര്യങ്ങളെ തകർക്കുന്ന, അതിന്റെ അടിവേരുകളെ ഇളക്കുന്ന വലിയ ദൈവപ്രവൃത്തി നമ്മുടെ രാജ്യം മുഴുവനും വർഷങ്ങളുള്ള പാരമ്പര്യത്തെ, നൂറ്റാണ്ടുകളുള്ള പാരമ്പര്യങ്ങളെ അത് തകർത്തുകളയും. അഭിഷേകത്തിന്റെ ഒഴുക്ക് രാജ്യം മുഴുവൻ ഒഴുകാനായി പോകുന്നു. താങ്ക് യു ജീസസ്. നോക്കിക്കേ, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, വായിൽ നിന്നും, അഭിഷിക്തരുടെ വായിൽ നിന്നും തീ പുറപ്പെടും. അത് അവർ ചില കാര്യങ്ങൾ പറയും, അത് സംഭവിക്കും. ഗവൺമെന്റ് ഓക്കെ അല്ല എങ്കിൽ ഗവൺമെന്റിനെതിരെ സംസാരിക്കും. അവിടെ ആക്ഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ചില വ്യക്തികൾ, ചില സംഘടനകൾ, ചില ശക്തികൾ ശരിയല്ല എങ്കിൽ, ദൈവജനത്തിന് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനോട് പ്രവചിക്കും, അതിനോട് സംസാരിക്കും. അവിടെ ആക്ഷൻ ഉണ്ടാകും. വെറുതെയുള്ള സംസാരമല്ല. ആ സംസാരം എന്തെങ്കിലും ചെയ്തിട്ടേ തിരിച്ചു വരികയുള്ളൂ. ആ ശബ്ദം എന്തെങ്കിലും ചെയ്ത് പൂർത്തീകരിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ. അത് നിവർത്തിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ. വെറുതെ മടങ്ങി വരികയില്ല. ഇങ്ങനെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കർത്താവ് സഭയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മഹത്വം വെളിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കർത്താവ് ഈ അന്ത്യകാലത്തിൽ സഭയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കാം. ദമസ്കോസ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം
9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ശൗൽ എന്ന മനുഷ്യൻ ധാരാളം മനുഷ്യരെ അധികാരപത്രം വാങ്ങി ഉപദ്രവിച്ചു വരികയാണ്. പല സ്ഥലങ്ങളിലും ശൗലിന് അവരെ പോയി ആക്രമിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ആരാധിക്കുന്ന മക്കളെ ആക്രമിച്ചു, സ്തുതിക്കുന്ന മക്കളെ ആക്രമിച്ചു, അവരെ പീഡിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു. പക്ഷേ ഒരു തടസ്സവും ഉണ്ടായില്ല. ഈ ജനം എങ്ങനെയുള്ളവരാണ്? യേശുവിനെ അറിഞ്ഞവരാണ്, സ്നാനമെടുത്തവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവരെ ആക്രമിച്ചപ്പോഴും ഈ ആക്രമിക്കുന്നവന് ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇവിടെ 2-ാം വാക്യത്തിൽ ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ശൗൽ ഇപ്പോൾ അടുത്ത ടാർഗറ്റ് എവിടെയാണ്? ദമസ്കോസ്. പല സ്ഥലങ്ങളിലും പോയി, അവിടെയൊക്കെ പോയി ആക്രമിച്ചപ്പോൾ ഒരു റിയാക്ഷനും ഉണ്ടായില്ല. ശൗലിന് ഒരു ദോഷവും ഉണ്ടായില്ല. അതിനെതിരെയൊക്കെ പ്രവർത്തിച്ചപ്പോൾ നോർമലായിരുന്നു. ഓക്കെ, അവർ സഹിച്ചു, അവർ സഹിഷ്ണുത കാണിച്ചു. യേശുവിൻ്റെ നാമത്തിൽ മരിക്കുവാൻ ആ ദൈവജനം റെഡിയായി. യേശുവിൻ്റെ നാമത്തിൽ അടി വാങ്ങുവാൻ അവർ റെഡിയായി. യേശുവിൻ്റെ നാമത്തിൽ ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ നിൽക്കുവാൻ അവർ റെഡിയായി. യേശുവിൻ്റെ നാമത്തിൽ പരിഹസിക്കപ്പെടുവാൻ അവർ റെഡിയായി. യേശുവിൻ്റെ നാമത്തിൽ ഒറ്റപ്പെടുവാൻ അവർ റെഡിയായി. അവർ ത്യാഗത്തോടെ, സഹിഷ്ണുതയോടെ, താഴ്മയോടെ ഉപദ്രവങ്ങളെല്ലാം ഏറ്റുവാങ്ങി പല സഭകളും. എന്നാൽ ദമസ്കോസ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ആ ശൗൽ ഇതേ ലക്ഷ്യത്തോടു കൂടെ വന്നപ്പോൾ രംഗം മാറി. എല്ലാ സ്ഥലത്തും പോകുന്നത് പോലെ അല്ല ദമസ്കോസ്. ദമസ്കോസിന്റെ ആത്മസാന്നിധ്യം, ദമസ്കോസിലെ ദൈവശക്തി, ദമസ്കോസിലെ ദൈവമഹത്വം അല്പ വ്യത്യാസമുണ്ട്. എല്ലാ സ്ഥലത്തും പോയതുപോലെ ദമസ്കോസിൽ പോകാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും തൊട്ട് കളിച്ചതുപോലെ ദമസ്കോസിൽ കൈവെക്കാൻ പറ്റില്ല. ദമസ്കോസ് ദൈവത്താൽ മുദ്രയിടപ്പെട്ട, ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദമസ്കോസിനെ കൈവച്ചപ്പോൾ ശൗലിനെ ദൈവം തൊട്ടത്. 3-ാം വാക്യത്തിൽ, ഓക്കെ, അതിന്റെ 8-ാം വാക്യം, അതിന്റെ 3-ാം വാക്യത്തിൽ എന്ത് സംഭവിച്ചു? അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. മറ്റു പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. എന്നാൽ ദമസ്കോസിൽ സമീപിച്ചപ്പോൾ സ്വർഗം അടങ്ങിയിരുന്നില്ല, സ്വർഗം മിണ്ടാതിരുന്നില്ല. ആ ജനം സഹിഷ്ണുതയുള്ളവരും സഹിപ്പാനും രക്തസാക്ഷികളാകാനും റെഡിയാണ് ദമസ്കോസിലെ ജനവും. പക്ഷേ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ കരുതൽ, ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ദമസ്കോസിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എല്ലാ ദൈവമക്കളുടെ മേലുമുള്ള കൃപ ഒരേ അളവിലല്ല. എല്ലാ ദൈവമക്കളുടെ മേലുമുള്ള ദൈവശക്തി ഒരേ അളവിലല്ല. എല്ലാ ദൈവമക്കളുടെ മേലുമുള്ള ഗ്ലോറി, മഹത്വം ഒരേ അളവിലല്ല. എത്രത്തോളം ശക്തിയാൽ നിറയാമോ, എത്രത്തോളം മഹത്വത്താൽ നിറയാമോ, എത്രത്തോളം അഭിഷേകത്താൽ നിറയാമോ, അത്രത്തോളം നിറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജനം തയ്യാറാകണം. ക്രിസ്തുവാകുന്ന തലയോളം വളരണം. അങ്ങനെ ഒരു ദാഹം ഉള്ളിൽ ഉണ്ടാകട്ടെ. എനിക്കിത് പോരാ, ഇനി അധികം വേണം. ഈ ശക്തി പോരാ, ഇനിയും വേണം. ഈ അഭിഷേകം പോരാ, ഇനിയും വേണം. ഈ ദൈവ സാന്നിധ്യം പോരാ, ഇനിയും വേണം. ഈ വെളിച്ചം പോരാ, ഇനിയും വേണം എന്നുള്ള ഒരു ദാഹം ഉള്ളിൽ ഉണ്ടാകട്ടെ. ദമസ്കോസ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹത്വം നിറഞ്ഞ, ദൈവ സാന്നിധ്യം നിറഞ്ഞ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനുള്ള ഒരു സ്ഥലമായിരുന്നു ദമസ്കോസ്. അതുകൊണ്ട് തന്നെ ശൗൽ പല സ്ഥലത്ത് പോയപ്പോഴും ശൗലിന് ഒന്നും എതിരായി ഉണ്ടായില്ല. ശൗലിന് ദൈവത്തിൻ്റെതായ ഒരു ന്യായവിധിയും ഉണ്ടായില്ല. എന്നാൽ ദമസ്കോസിനോട് അടുത്തപ്പോൾ സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്വർഗം തുറന്നു. ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരു ശത്രുവിന്റെ ശക്തി നമുക്കെതിരെ വന്നാൽ ശത്രുവിനെ നിസ്സാരമായി വന്ന് ആക്രമിച്ചിട്ട് പോകാൻ കഴിയുമോ? അല്ല. ദൈവത്തിന്റെ കോട്ട നമുക്കുണ്ടോ? ഉണ്ടോ? ആരൊക്കെ പറയുന്നു ഉണ്ടെന്ന്? ഉണ്ട് അല്ലേ? വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നല്ലവണ്ണം ആരാധിക്കുന്നെങ്കിൽ
വചനത്തെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, ദാഹത്തോടെ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നുവെങ്കിൽ, അപ്പോൾ ആ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഉണ്ടെന്നുള്ള വിശ്വാസം നല്ലത് തന്നെയാണ്, പക്ഷേ ഉണ്ടായിരിക്കണം. ആമേൻ. കർത്താവ് തൻ്റെ ജനത്തെ കോട്ട കെട്ടി കാത്തുകൊള്ളും. ദുഷ്ടന് തൊടാൻ കഴിയില്ല, ദുഷ്ടന് അടുക്കാൻ കഴിയില്ല. വേദപുസ്തകത്തിൽ പല അഭിഷിക്തരെ നമ്മൾ നോക്കുമ്പോൾ ചിലരെല്ലാം ഉപദ്രവിക്കപ്പെടുവാൻ റെഡിയാണ്. ഉപദ്രവിക്കപ്പെട്ടു, അടി വാങ്ങി, നാട് കടത്തപ്പെട്ടു, അനേക തരത്തിലുള്ള ഉപദ്രവങ്ങൾ അവർക്കുണ്ടായി. പക്ഷേ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം, കർത്താവിനോടുള്ള ഭക്തി നിമിത്തം, കർത്താവിനുള്ള വിശ്വാസ നിമിത്തം അവർ അതെല്ലാം സഹിച്ചു. സഹിഷ്ണുതയോടെ അത് ഏറ്റുവാങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടം സഹിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് അവർ ആ ഉപദ്രവത്തെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. കർത്താവിനെ തള്ളി പറഞ്ഞില്ല, പിന്മാറിപ്പോയില്ല, കോംപ്രമൈസ് ചെയ്തില്ല, സെറ്റിൽ ചെയ്തില്ല. പകരം ആ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുവാൻ, ആ കഷ്ടതകൾ ഏറ്റുവാങ്ങുവാൻ അവർ റെഡിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ചിലരെ തൊടാൻ പറ്റില്ല, ചിലരോട് അടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മഹത്വം ചിലരുടെ മേലുണ്ടാകും. ചില സ്ഥലങ്ങളിൽ വലിയ മഹത്വം ഉണ്ടാകും, ചില വ്യക്തികളിൽ വലിയ മഹത്വം ഉണ്ടാകും. ഈ വചനം ഏറ്റെടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജനം ഗ്രഹിക്കുവാൻ, എനിക്ക് ലോ ലെവലിൽ ഇരുന്നാൽ പോരാ, നേഴ്സറിയിൽ ഇരുന്നാൽ പോരാ, എനിക്ക് ഹയർ ലെവലിലേക്ക് കയറണം, എനിക്ക് ഉയരങ്ങളിലേക്ക് കയറണം. അമിത ബലം എനിക്ക് വേണം. വചനം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. എങ്ങനെ? അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ഹല്ലേലൂയ. ഈ ശക്തി പോരാ, ഈ അഭിഷേകം പോരാ, ഈ ദൈവ സാന്നിധ്യം പോരാ. അമിത ബലം എനിക്ക് വേണം, അമിത ശക്തി എനിക്ക് വേണം. കർത്താവിൻ്റെ ശക്തമായ മഹത്വം എന്നിൽ വെളിപ്പെടണം. എൻ്റെ വാക്കുകളിൽ ദൈവ മഹത്വം വെളിപ്പെടണം, എൻ്റെ നോട്ടത്തിൽ ദൈവ മഹത്വം വെളിപ്പെടണം, എൻ്റെ ചലനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് അമിതമായ ബലം എനിക്ക് വേണമെന്ന് ദൈവത്തിൻ്റെ മക്കൾ ദാഹിക്കുമെങ്കിൽ നിങ്ങൾക്കത് തരുവാൻ ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ ശക്തി നിങ്ങൾക്ക് തരുവാൻ കർത്താവ് റെഡിയായിരിക്കുന്നു. നമ്മൾ ഒരുക്കമാണെങ്കിൽ, നമ്മൾ റെഡിയാണെങ്കിൽ, നമ്മളത് ഏറ്റെടുക്കുമെങ്കിൽ, നമ്മൾ നമ്മെ താഴ്ത്തുമെങ്കിൽ, വിശുദ്ധീകരിക്കുമെങ്കിൽ, ആ അമിത ബലത്തെ തരുവാൻ, സകല അധികാരവും തരുവാൻ അവൻ യേശു കർത്താവ് അവൻ റെഡിയായിരിക്കുന്നു. ആ അധികാരത്തെ ഏറ്റെടുക്കുവാൻ, ആ ശക്തിയെ ഏറ്റെടുക്കുവാൻ, ആ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശക്തി വേണം, ആ ശക്തി വേണം. കർത്താവിൻ്റെ രാജ്യം ശക്തിയോടെ വരണം. കർത്താവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണം. കർത്താവിൻ്റെ നാമത്തിന് വലിയ മഹത്വം ഉണ്ടാകണം. അതിനായി നിൽക്കുന്ന മക്കളെ കർത്താവ് തേടുന്നു. ഹല്ലേലൂയ. ആർ എനിക്ക് വേണ്ടി പോകും, ആർ എനിക്ക് വേണ്ടി നിൽക്കും? എൻ്റെ മഹത്വത്തെ ചുമന്നുകൊണ്ട്, എൻ്റെ ഗ്ലോറിയെ ചുമന്നുകൊണ്ട്, എൻ്റെ ശക്തിയെ ചുമന്നുകൊണ്ട് ആർ എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് നോക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾ മനുഷ്യപുത്രന്മാരുടെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ആർ നിൽക്കും? നീ നിൽക്കുമോ? നീ സ്തുതിയിൽ സ്ട്രോങ് ആയി നിൽക്കുമോ? ആരാധനയിൽ സ്ട്രോങ് ആയി നിൽക്കുമോ? വചനത്തിൽ സ്ട്രോങ് ആയി നിൽക്കുമോ? അഭിഷേകത്തിൽ സ്ട്രോങ് ആയി നിൽക്കുമോ എന്ന് കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നിൽക്കുവാൻ റെഡിയാണോ? ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ റെഡിയായിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തുതിയോടെ സ്തോത്രത്തോടെ ആ വചനങ്ങൾ ഏറ്റെടുക്കാം. ദമസ്കോസ് ഒരു സാധാരണ സ്ഥലമല്ല. എല്ലാ സ്ഥലത്തെയും തൊടുന്നത് പോലെ ദമസ്കോസിനെ തൊടാൻ പറ്റില്ല. ദമസ്കോസിനെ തൊട്ടാൽ പൊള്ളും. പല സ്ഥലത്തും തൊട്ടാൽ പൊള്ളില്ല, കാരണം അവിടെ തീ കുറവാണ്, അവിടെ സാന്നിധ്യം കുറവാണ്. പക്ഷെ ദമസ്കോസിനെ തൊട്ടാൽ പൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, അവന് ചുറ്റും മിനി 9:8 അപ്പോസ്തലപ്രവൃത്തി 9:8. എന്നിട്ട് എന്ത് സംഭവിച്ചു? ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. ആ വെളിച്ചം മുന്നിയപ്പോൾ കുതിരപ്പുറത്ത് വരുന്ന ശൗൽ താഴെ വീണു. അവൻ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണു തുറന്നാറേ ഒന്നും കണ്ടില്ല. കണ്ണു തുറന്നാറേ എന്തു പറ്റി? ചുറ്റുമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, കണ്ണ് വർക്കിംഗ് അല്ല. കർത്താവിന് വിരോധമായി, ദമസ്കോസിന് വിരോധമായി വരുന്ന ശൗൽ അറിഞ്ഞില്ല ദമസ്കോസിലുള്ള ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന്. ദമസ്കോസിൽ ഒരു ദൈവത്തിന്റെ മഹത്വം ശക്തമായുള്ള കാര്യം ശൗലിന് മനസ്സിലായില്ല. ദമസ്കോസിനോട് അടുത്ത് വന്നപ്പോഴേ ശൗലിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇതൊരു സ്പെഷ്യൽ സ്ഥലമാണ്, മറ്റു സ്ഥലങ്ങളെ പോലെ അല്ല. ഇതിനൊരു എക്സ്ട്രാ പ്രത്യേകതമായ എന്തോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ശൗലിന് മനസ്സിലായി. ഹല്ലേലൂയ. ദൈവപൈതലേ,
നാമും അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മറ്റുള്ള സ്ഥലത്തെ പോലെ അല്ല, മറ്റുള്ള വ്യക്തികളെ പോലെ അല്ല, അവരങ്ങനെ ഇവരങ്ങനെ എന്നല്ല. ഞാൻ സ്പെഷ്യൽ ആയിരിക്കണം, ഞാൻ എക്സലന്റ് ആയിരിക്കണം, ഞാൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുവൻ, എന്ന് വിചാരിക്കുവൻ. ആമേൻ. മറ്റുള്ളവരെ നോക്കി അതുപോലെ അവരങ്ങനെ അതുകൊണ്ട് എനിക്കും ഇങ്ങനെ എന്ന് വിചാരിക്കേണ്ട. എന്റെ കർത്താവിൽ വലിയ മഹത്വമുണ്ട്. ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരവും ആ ശക്തിയും പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവജനം റെഡിയാകണം. വലിയ മഹത്വം വെളിപ്പെടും. വെറുതെ പള്ളിയിൽ വന്ന് തിരിച്ചു പോകാം, അതങ്ങനെ റെഗുലറായി ചെയ്യാമെന്ന് വിചാരിക്കരുത്. കർത്താവ് ഈ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവരുന്നുവെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ശക്തി നിറയ്ക്കുവാൻ, അഭിഷേകം നിറയ്ക്കുവാൻ, ദൈവ സാന്നിധ്യം നിറയ്ക്കുവാൻ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. വന്നതുപോലെ നീ തിരികെ പോവുകയില്ല, ഒരു മഹത്വത്തോടുകൂടെ നീ തിരികെ പോകും. ഹല്ലേലൂയ. ദമസ്കോസ്, ആ പേര് ഓർക്കുവിൻ. ദമസ്കോസ് ഒരു മഹത്വമുള്ള സ്ഥലം. ദമസ്കോസിനെതിരെ ശത്രു വന്നാൽ ശത്രുവിനെ കൈകാര്യം ചെയ്യുന്ന സ്ഥലം. അത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന രീതിയല്ല, ദൈവം കൈകാര്യം ചെയ്യും, സ്വർഗം കൈകാര്യം ചെയ്യും. ദമസ്കോസിനെതിരെ ചലിച്ചാൽ സ്വർഗം അടങ്ങിയിരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നും വെളിപ്പെടേണ്ട കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. പല സ്ഥലങ്ങളിലും സ്വർഗം മിണ്ടാതിരുന്നു. പലരും ഉപദ്രവിക്കപ്പെട്ടപ്പോൾ സ്വർഗം മിണ്ടാതിരുന്നു. പലരെയും തൊട്ടപ്പോൾ സ്വർഗം മിണ്ടാതിരുന്നു. സ്റ്റേഫാനോസിനെ കൊന്നപ്പോൾ പോലും മിണ്ടാതിരുന്നു. പക്ഷേ ദമസ്കോസ് അല്പം സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. ദമസ്കോസിൽ ദൈവ സാന്നിധ്യം അധികമാണ്. ദമസ്കോസിൽ കർത്താവിന്റെ കരം ശക്തമാണ്. ദമസ്കോസിൽ ദൈവത്തിന്റെ മഹത്വം ശക്തമാണ്. ഹല്ലേലൂയ. കൃപകളിലും കൃപാവരങ്ങളിലും നിൽക്കുന്നവർ അനേകർ ഉപദ്രവിക്കപ്പെടും. പക്ഷേ തീയിൽ നിൽക്കുന്നവൻ, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിൽക്കുന്നവൻ, ഗ്ലോറിയിൽ നിൽക്കുന്നവൻ, മഹത്വത്തിൽ നിൽക്കുന്നവൻ, അവൻ എഴുന്നേറ്റ് നിൽക്കും. ഹല്ലേലൂയ. 9:8 അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ വന്നത് ദമസ്കോസിനെതിരെ, എന്നാൽ വന്നത് അതേ ആരോഗ്യത്തോടുകൂടി അല്ല അവൻ അകത്ത് കയറുന്നത്, കുരുടനായി അകത്ത് കയറുകയാണ്. ഹല്ലേലൂയ. ദമസ്കോസിൽ വന്നത് എന്തിനാണ്? അവിടെയുള്ള ഭക്തന്മാരെ ഉപദ്രവിക്കുവാൻ, അവിടെയുള്ള യേശുവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തെ ഉപദ്രവിക്കുവാൻ. എന്നാൽ ഏത് ദമസ്കോസിനെതിരെ വന്നുവോ ആ ദമസ്കോസ് ഇപ്പോൾ ആ ശൗലിന് അഭയം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യത്തിൽ എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. എന്താണ് ദമസ്കോസിന്റെ പ്രത്യേകത? അവിടെ ഒരു ശിഷ്യനുണ്ട്. ആരാണ് ശിഷ്യൻ? യേശുവിന്റെ വചനങ്ങളെ ഏറ്റെടുത്ത് ആ വചനത്തിന്റെ വെളിച്ചം ഉള്ളിൽ ഇറങ്ങിയവനാണ് ശിഷ്യൻ. ദമസ്കോസിൽ ആരുണ്ട്? ശിഷ്യനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ കൂട്ടം യെരുശലേമിലുണ്ട്. ആ ശിഷ്യന്മാരെ ശൗലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദമസ്കോസിൽ ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യൻ അവിടെ ഉള്ളത് കൊണ്ട്, ഈ ശിഷ്യൻ മാത്രമല്ല, ശിഷ്യന്മാരുടെ കൂട്ടം 9:19 നോക്കിയാൽ ശിഷ്യന്മാരുടെ കൂട്ടം ദമസ്കോസിലുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തരുടെ കൂട്ടം, ആരാധിക്കുന്നവരുടെ കൂട്ടം, ദൈവശക്തി പ്രാപിച്ചവരുടെ കൂട്ടം ദമസ്കോസിലുള്ളത് കൊണ്ട് സ്വർഗം ആ ദമസ്കോസിനെ മുദ്രയിട്ടിരുന്നു. സ്വർഗത്തിന് ദമസ്കോസിന്റെ മേൽ പ്രത്യേകമായ ഒരു സംരക്ഷണം, പ്രത്യേകമായ ഒരു വലയം ദമസ്കോസിന്റെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവ മഹത്വമുള്ള ഒരു ദൈവ പൈതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ദൈവത്തിന്റെ കാവലുണ്ടാകും. ഹല്ലേലൂയ. ഒരു ദേശത്തിലുണ്ടെങ്കിൽ ആ ദേശത്തിൽ ദൈവത്തിന്റെ കാവലുണ്ടാകും. ശത്രു എന്തെല്ലാം തന്ത്രങ്ങളോടുകൂടെ വന്നാലും ആരാധിക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്ന, ദൈവശക്തിയുള്ള, ദൈവമഹത്വം നിറഞ്ഞ ഒരു ദൈവ പൈതലിനെ ശത്രുവിന് ജയിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ചിലർക്ക് എതിരെ മന്ത്രവാദങ്ങൾ ചെയ്താൽ മന്ത്രവാദം ഫലിക്കും. അഭിഷേകമുണ്ടെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിലും ചിലർക്കെതിരെ മന്ത്രവാദം ചെയ്താൽ മന്ത്രവാദം ഫലിക്കും. എന്തുകൊണ്ട് മന്ത്രവാദം ഫലിക്കുന്നു? നേഴ്സറിയിലാണ്, വചനം പൂർണ്ണമായും ഏറ്റെടുത്തിട്ടില്ല, വചനത്താൽ രൂപാന്തരം പ്രാപിച്ചിട്ടില്ല, വചനത്തിന്റെ വെളിച്ചം ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല.
അതുകൊണ്ട് മന്ത്രവാദം ഫലിക്കുന്നു, ശത്രുവിന്റെ വെല്ലുവിളികൾ ഫലിക്കുന്നു. എന്നാൽ വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല. ആഭിചാരം ദൈവജനത്തെ ബാധിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ ദൈവജനം വളർച്ചയില്ലാതിരിക്കുകയാണ്. ഇനിയും ബലപ്പെടുവാനുണ്ട്, ഇനിയും ശക്തി പ്രാപിക്കുവാനുണ്ട്, ഇനിയും ദൈവകൃപയിൽ മുന്നേറുവാനുണ്ട്. ദൈവകൃപയിൽ മുന്നേറുമ്പോൾ മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ കത്തിപ്പോകും. ഹല്ലേലൂയ. ദൈവജനത്തിനെതിരെ മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിക്ക് പോലും നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ദൊട്ടണ്ണ എന്നൊരു മന്ത്രവാദി, കർണാടക മന്ത്രവാദികളുടെ ചക്രവർത്തി എന്നറിയപ്പെട്ട ദൊട്ടണ്ണ, എലിസബത്ത് എന്ന അഭിഷേകമുള്ള ആരാധിക്കുന്ന ദൈവപൈതലിനെതിരെ മന്ത്രവാദം ചെയ്തു. എലിസബത്തിനെതിരെ മന്ത്രവാദം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ചില പാളിച്ചകൾ കണ്ടു തുടങ്ങി. സാധാരണ മന്ത്രവാദം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നാരങ്ങ, വാഴയിലയുടെ മുകളിൽ വെച്ചിരിക്കുന്ന നാരങ്ങ സ്വന്തമായി കറങ്ങും. എന്നാൽ എലിസബത്തിന് മന്ത്രവാദം ചെയ്തപ്പോൾ നാരങ്ങ കറങ്ങിയില്ല, പിന്നെ മന്ത്രവാദി കറങ്ങി. ഓക്കെ, കാരണം ദൈവത്താൽ മുദ്രയിടപ്പെട്ട മനുഷ്യർ അവർ പ്രത്യേകതയുള്ളവരാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരേ റേഞ്ചിലുള്ളവരല്ല. ആത്മാവിൽ, ആത്മീകമായും പലരും പല തട്ടിലാണ്. ചിലർ ഡീമോണിക് പൊസഷനിലാണ്, പൈശാചികമായ അടിമത്വത്തിലാണ്. ചിലർ നോർമലാണ്, ചിലർ അഭിഷേകത്തിന്റെ നിറവിലാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയിൽ അധികം ബലപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ശക്തരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ വായിൽ നിന്ന് തീ പുറപ്പെടും. ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞാൽ അത് കൊണ്ടേ വരികയുള്ളൂ, അതെന്തെങ്കിലും ചെയ്തിട്ടേ വരികയുള്ളൂ. അത് വെറുതെ വരികയില്ല, അവിടെ ആക്ഷൻ ഉണ്ടാകും. അത് രാജ്യത്തിനെതിരെ പറഞ്ഞാലും, രാജ്യങ്ങൾക്കെതിരെ പറഞ്ഞാലും, ആർക്കെതിരെ പറഞ്ഞാലും, ദൈവത്തിന്റെ അഭിഷിക്തന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാകും. അത് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാകും. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളിൽ നിന്നും ചില നെഗറ്റീവ് വേർഡ്സ് വരാതിരിക്കുവാൻ പ്രത്യേകം സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ദമസ്കോസിൽ അനന്യാസിന് ഒരു അഭയം ലഭിച്ചിരിക്കുകയാണ്. ആക്രമിക്കുവാൻ വന്നു, കണ്ണുപോലും കാണുവാൻ വയ്യ, കുരുടനായി പോയി. ദൈവത്തിന്റെ മഹത്വം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ അനുഭവിച്ചു. 10-ാമത്തെ വാക്യത്തിൽ 9ഉം 10ഉം വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ അനന്യാസിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. 17-18 വാക്യങ്ങളിൽ അനന്യാസിനാൽ ശൗലിന് വിടുതലുണ്ടാകുന്നു. അങ്ങനെ ശൗൽ ദൈവത്തിന്റെ മഹത്വം കണ്ട, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തിന്റെ ഒരു ദാസനായി, ദൈവത്തിന്റെ ഒരു മകനായി മാറുകയാണ്. നോക്കിക്കേ, എല്ലാ സ്ഥലം പോലെയല്ല ദമസ്കോസ്. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ആഹാബ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവ്, ആ രാജാവിനോട് ഈ ഏലിയാവ് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഒരു സാധാരണ പ്രവാചകനല്ല, ഒരു സാധാരണ അഭിഷിക്തനല്ല, ഹൈ ലെവലിലുള്ള, ഹയർ റേഞ്ചിലുള്ള ഒരു ദൈവത്തിന്റെ പ്രവാചകനാണ് ഏലിയാവ്. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന് പ്രകൃതിയുടെ മേലൊരു അധികാരമുണ്ട്. ആ പ്രവാചകന്റെ വാക്കുകൾ നോക്കുക, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. ഏലിയാവിനെ ദൈവം അന്ന് എഴുന്നേൽപ്പിച്ചതുപോലെ അല്ല, ഏലിയാവിന്റെ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, വിശുദ്ധന്മാർ അനേകർ ഈ നാളുകളിൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആത്മാവിന്റെ ചില അംശങ്ങൾ ചിലരുടെ മേൽ വ്യാപരിക്കും. ആ ശക്തി ദൈവത്തിന്റെ ജനം പ്രാപിക്കണം. ഏലിയാവിന്റെ വായിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു? തീ പുറപ്പെടുകയാണ്. എന്താണ് ആ തീ? ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. മഴ പെയ്യണമെങ്കിൽ, മഞ്ഞു പെയ്യണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തനായ ഏലിയാവ് പറയണം. ഹല്ലേലൂയ. ഈ ഏലിയാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നാൽ സഭയുടെ വാഴ്ച. ഏദൻ തോട്ടത്തിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, വാഴുവിൻ. ഹല്ലേലൂയ. എല്ലാറ്റിന്റെ മേലും നിങ്ങൾ വാഴ്ച നടത്തുവിൻ, വാഴുവിൻ. സഭയെ വാഴുവാൻ കർത്താവ് വിളിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. ഏലിയാവ് ആ അധികാരത്തെ സ്വന്തമാക്കി. ഏലിയാവ് വാച്ച് നടത്തുകയാണ്. ഏലിയാവ് പറയുകയാണ്, രാജാവ് പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. പ്രകൃതിയുടെ മേൽ, രോഗത്തിന്റെ മേൽ, പൈശാചിക മണ്ഡലത്തിന്റെ മേൽ, എല്ലാ ദുഷ്ട ആധിപത്യങ്ങളുടെ മേലും അവനൊരു ദൈവത്തിന്റെ അഭിഷിക്തന് അധികാരമുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് തീയായിരിക്കും. അത് ചില കാര്യങ്ങൾ ചെയ്യും, ചില കാര്യങ്ങളെ അത് നിവർത്തിക്കും. ചിലതിനെ തകർത്തു കളയും, ചിലതിനെ നേരെയാക്കും, ചിലതിനെ സൃഷ്ടിക്കും, ചിലതിനെ പിഴുതുകളയും, ചിലതിനെ പൊളിച്ചു കളയും. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷിക്തരുടെ വായിൽ നിന്ന് പുറപ്പെടും. അത് തീയായി പുറപ്പെടും. അത് വലിയ കാര്യങ്ങളെ നിവർത്തിക്കും. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, കർത്താവിന്റെ രാജ്യം വരുവാനായി, കർത്താവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറുവാനായി ആ വാർത്ത, ആ ശബ്ദം, ആ വചനം, ആ തീ വലിയ കാര്യങ്ങളെ ചെയ്യും. എന്തിനാണ്? കർത്താവിന്റെ നാമ മഹത്വത്തിനായി, കർത്താവിന്റെ രാജ്യം വരുവാനായി, കർത്താവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറുവാനായി അത് മഹത്വമുള്ള കാര്യങ്ങളെ ചെയ്യും. ഏലിയാവിനെ കുറിച്ച് കഥയും വായിച്ചുകൊണ്ടിരിക്കുവാനല്ല ഈ ബൈബിളിൽ കർത്താവ് നമുക്കിതിനെ തന്നിരിക്കുന്നത്. ആ ശക്തി പ്രാപിക്കുവാനാണ്, ആ മഹത്വത്തെ സ്വന്തമാക്കുവാനാണ്. ഇങ്ങനെ ഡിഫറന്റ് ലെവലിലുള്ള മഹത്വമുള്ള ദൈവത്തിന്റെ അഭിഷിക്തന്മാരുണ്ട്. ദൈവത്തിന്റെ ജനം ഈ മഹത്വങ്ങളെ സ്വന്തമാക്കുവാനായി ഈ കാര്യങ്ങളെ കർത്താവ് സഭയ്ക്കായി കരുതി വച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. സഭയെ മഹത്വത്തിൽ എഴുന്നേൽപ്പിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഉറങ്ങിയിരിക്കുവാനല്ല, അഭിഷേകത്തിന്റെ ശക്തിയിൽ എഴുന്നേൽക്കണം. ഒരു ദേശത്തിൽ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ, അഭിഷേകത്തിൽ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ, ആ ദൈവ പൈതലിനെ കേന്ദ്രീകരിച്ച് ആ സറൗണ്ടിങ്സ് റണ്ണാകും, ആ പരിസരങ്ങൾ പ്രവർത്തിക്കും. ആമേൻ. ആ ദൈവ പൈതലിനെ ഫേവറബിൾ ആയിട്ടുള്ള ലെവലിൽ കർത്താവ് അന്തരീക്ഷങ്ങളെ മാറ്റും. സ്തുതിക്കുന്ന ദൈവ പൈതലായി മാറും, ആരാധിക്കുന്ന ദൈവത്തിലായി മാറ്. സഭയിൽ വരുമ്പോൾ മാത്രമല്ല, യാത്രയിലും ജോലിയിലും എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ എല്ലാം ആത്മാവിൽ ആരാധിച്ചുകൊണ്ട്, അഭിഷേകത്തിൽ ആരാധിച്ചുകൊണ്ട് നിൽക്കാമെങ്കിൽ അന്തരീക്ഷങ്ങൾക്ക് കർത്താവ് മാറ്റത്തെ തരും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ദൈവത്തിന്റെ ഒരു മോണിറ്ററിംഗ്, ദൈവത്തിന്റെ ഒരു സർവൈലൻസ് അവിടെ ഉണ്ടാകും. താങ്ക് യു ജീസസ്. ഇത് വെറുതെ കേട്ടു പോകാനല്ല, വിത്ത് റിസൾട്ട്, വിത്ത് എവിഡൻസ് യു ഹാവ് ടു കം ബാക്ക്. അമ്മൻ, ഇന്ന് ഈ വചനം കേട്ടു പോകുമ്പോൾ ഇതേ അനുഭവങ്ങളോടുകൂടെ അടുത്ത ആഴ്ച നിങ്ങൾ തിരിച്ചു വരണം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ, 1 രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ, 17-ന്റെ 16-ാം വാക്യത്തിൽ യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ക്ഷാമകാലത്ത് സാറഫാത്തിലെ വിധവയ്ക്ക് ദൈവികമായ ഇടപെടലുണ്ടായി ഏലിയാവ് മുഖാന്തരം. ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. അവിടെ ഒരു ക്രിയേഷൻ പവർ പ്രവർത്തിക്കുകയാണ്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ഇന്നും ദൈവം സൃഷ്ടി നടത്തുന്നുണ്ടോ? നടത്തുന്നില്ലേ? ദൈവം സൃഷ്ടി സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ തൻ്റെ അഭിഷിക്തരിലൂടെ, തൻ്റെ ഭക്തരിലൂടെ, തൻ്റെ ദാസന്മാരിലൂടെ ദൈവം ഇന്നും സൃഷ്ടി നടത്തും. ഹല്ലേലൂയ. തൻ്റെ അഭിഷിക്തരുടെ വായിൽ നിന്നും ചില കാര്യങ്ങൾ പുറപ്പെടും. അത് ചിലത് സൃഷ്ടിയെ സംഭവിപ്പിക്കും, ചിലതിനെ നശിപ്പിക്കും, ചിലതിനെ തകർത്തു കളയും, ചിലതിനെ തുറക്കും, ചിലതിനെ അടയ്ക്കും. കർത്താവിന്റെ അഭിഷിക്തന്മാർ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടിയിരിക്കും, ഭൂമിയിൽ തുറക്കുന്നത് സ്വർഗത്തിൽ തുറന്നിരിക്കും. അവരുടെ മേലുള്ള ഒരു അധികാരം ഓപ്പറേറ്റ് ആകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കർത്താവ് സഭയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം അങ്ങനെയുള്ള അഭിഷിക്തന്മാരോട് ചേർന്ന് നിൽക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ നിൽക്കണം. നിസ്സാരത്വത്തോടുകൂടെ അവരോട് സംസാരിക്കരുത്, നിസ്സാരത്വത്തോടുകൂടെ അവരോട് പെരുമാറരുത്. അത് ഹൈലി ഡേഞ്ചറസ് ആണ്. ചിലർ ദൈവസഭയിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇസ്രായേൽ മക്കളെ പോലെ അഹങ്കാരം വരും. അഹങ്കാരം വരുമ്പോൾ ഒരു നിസ്സാരത്വം തോന്നും.
നിസ്സാരത്വം തോന്നുമ്പോൾ നിസ്സാരത്വത്തോടുകൂടെ സംസാരിക്കുന്നത്, നിസ്സാരത്തോടെ പെരുമാറുന്നത് അവനും അവൻ്റെ തലമുറയും ശപിക്കപ്പെടുവാൻ കാരണമാകും. പിന്നെ ഏത് പ്രവാചകൻ പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും, എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും, എത്ര നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും കർത്താവ് പറയും, നീ കൈ മലർത്തുമ്പോൾ ഞാൻ മുഖം മറച്ചു കളയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായുള്ള ദൂഷണം ക്ഷമിക്കുകയില്ല. ദൈവത്തിന്റെ അഭിഷേകത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തരെ തിരിച്ചറിയുവാൻ ദൈവജനത്തിന് ജ്ഞാനമുണ്ടാകണം. ശക്തിയുള്ള ദൈവത്തിന്റെ അഭിഷിക്തരെ, അധികാരമുള്ള ദൈവത്തിന്റെ അഭിഷിക്തരെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ദൈവജനത്തിനുണ്ടാകണം. അവിവേകമായി സംസാരിക്കരുത്, അവിവേകമായി പെരുമാറരുത്. അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് തന്നെ ശാപവും പുറപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് തന്നെ ദോഷവും ഉണ്ടാകും. അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് തന്നെ മരണവും ഉണ്ടാകും. അനനിയ സഫീറ അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥലത്തു നിന്ന് തന്നെ അവർ അവിടെ പോയി അവിവേകമായി പെരുമാറിയപ്പോൾ മരിച്ചു വീണു. ദൈവത്തിന്റെ അഭിഷിക്തരോട് പെരുമാറുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ ഇടപെടുന്നത് വളരെ ജാഗ്രതയോടുകൂടെ പെരുമാറണം. ഹല്ലേലൂയ. ദൈവം സ്നേഹം തന്നെ. ബേസിക്കലി അങ്ങനെയാണ്. എപ്പോൾ? താഴ്മയോടിരിക്കുമ്പോൾ, സ്നേഹത്തോടിരിക്കുമ്പോൾ, അനുസരണയോടിരിക്കുമ്പോൾ ദൈവം സ്നേഹം തന്നെ. എന്നാൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ അതേ സ്നേഹവാനായ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയും. പുറത്താക്കില്ലേ? അത്രയ്ക്ക് സ്നേഹമായിരുന്നുവെങ്കിൽ എത്ര കന്നന്തിരിവ് കാണിച്ചാലും അവരിപ്പോഴും ഏദൻ തോട്ടത്തിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ദൈവം സ്നേഹമാണ്. പക്ഷേ അനുസരണക്കേട് കാണിക്കുമ്പോൾ അടി വാങ്ങും, ബാലശിക്ഷകൾ ഉണ്ടാകും. ഓക്കെ, ചിലർക്ക് ന്യായവിധിയും ഉണ്ടാകും. അതുകൊണ്ട് ദൈവാലയത്തിൽ, ദൈവസഭയിൽ, ജീവനുള്ള ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സ്ഥലത്ത് ആമേൻ, ദൈവത്തിന്റെ ന്യായവിധി പുറപ്പെടും. സൃഷ്ടി നടക്കും. ദൈവത്തിന്റെ മഹത്വങ്ങൾ വെളിപ്പെടും. ജാഗ്രതയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് താഴ്മയും ദൈവസ്നേഹവും ഉണ്ടാകണം. ഹല്ലേലൂയ. ഏലിയാവ് സാറഫാത്തിലെ വിധവയോട് പറഞ്ഞു, നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല, കലത്തിലെ മാവ് തീർന്നു പോയതുമില്ല. ഇന്നും ഇങ്ങനെ തൻ്റെ ജനത്തെ നടത്തുവാൻ കർത്താവ് ശക്തനാണ്. എല്ലാം തീർന്നിരിക്കുമ്പോൾ, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നൊരു സിറ്റുവേഷനിൽ ഇരുന്നാലും, ആരും സഹായിപ്പാനില്ല എന്നൊരവസ്ഥയിലാണെങ്കിലും അവിടെ ഒരു വഴി തുറക്കുവാൻ, അവിടെ ഒരു വെളിച്ചത്തെ തരുവാൻ, അവിടെ ഒരു അത്ഭുതത്തെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇന്നും റെഡിയാണ്. താഴ്മയോടുകൂടി ഇരിക്കുമെങ്കിൽ, വചനത്തെ ഏറ്റെടുക്കുമെങ്കിൽ, അവൻ ദൈവത്തിന്റെ കൃപയിൽ അവൻ കീഴ്പ്പെട്ടിരിക്കുമെങ്കിൽ കർത്താവിന്റെ കരം തൻ്റെ മക്കൾക്കായി ചലിക്കും. കർത്താവിന്റെ മഹത്വം തൻ്റെ മക്കൾക്കായി വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ ജനം സ്വന്തമാക്കും. ഹല്ലേലൂയ. താങ്ക് യു. ഏലിയാവ് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. സൃഷ്ടി നടക്കുന്നു. 1 രാജാക്കന്മാർ 17:22 ഒരു ബാലൻ മരിച്ചുപോയി. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാണനെ തിരികെ കൊണ്ടുവരുവാൻ കഴിഞ്ഞു. മരിച്ചുപോയ ബാലൻ ജീവനോടെ തിരിച്ചു വന്നു. 1 രാജാക്കന്മാർ 19:37-38 വാക്യങ്ങളിൽ ആമേൻ, അനേകരുടെ മുന്നിൽ ഒരു വെല്ലുവിളി നടത്തുകയാണ്. ആരാണ് യഥാർത്ഥ ദൈവം? ആമേൻ. ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറക്കുന്ന ദൈവം തന്നെ സത്യദൈവം എന്നൊരു വെല്ലുവിളി നടത്തി. പ്രവാചകന്മാരെല്ലാം മറ്റ് അന്യപ്രവാചകന്മാർ, അന്യദൈവന്മാരുടെ പ്രവാചകന്മാരെല്ലാം ശ്രമിച്ചു, തീ ഇറങ്ങിയില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു, തീ ഇറങ്ങി വന്നു, ദഹിപ്പിച്ചു. ആമേൻ. യഹോവയാണ് സത്യദൈവമെന്ന് ജാതികളുടെ മുന്നിൽ തെളിയിക്കുവാനുള്ള ഒരു അധികാരവും ശക്തിയും ഏലിയാവിൽ ഉണ്ടായിരുന്നു. ഏലിയാവ് പറഞ്ഞാൽ തീ ഇറങ്ങും. ഏലിയാവ് പറഞ്ഞാൽ ചിലത് അടയും. ഏലിയാവ് പറഞ്ഞാൽ ചിലത് നിൽക്കും. ഏലിയാവ് പറഞ്ഞാൽ ചിലത് തുറക്കും. ഏലിയാവ് പറഞ്ഞാൽ ചിലത് ഉണ്ടായി വരും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അങ്ങനെ നടത്തുമെന്ന് വിശ്വസിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. മഹത്വകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുവിൻ. ഡോക്ടർ പറയുന്നതിനേക്കാൾ ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുവിൻ. ലോകത്തിന്റെ ശബ്ദത്തെക്കാൾ യേശുവിന്റെ ശബ്ദത്തിന് വില കൊടുക്കുവിൻ. ദൈവത്തിന്റെ അഭിഷിക്തരുടെ ശബ്ദത്തിന് വില കൊടുക്കുവിൻ. വിശ്വസിച്ച് ഏറ്റെടുത്താൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ച് ഏറ്റെടുത്താൽ വലിയ ദൈവത്തിന്റെ മഹത്വങ്ങൾ വെളിപ്പെടും. ഓക്കെ, അടുത്തതായി ഏലിയാവിന്റെ മറ്റൊരു അനുഭവം 1 രാജാക്കന്മാർ 20-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 20-ാം അധ്യായം 5
6 വാക്യങ്ങൾ. ദൂതന്മാർ വീണ്ടും വന്നു. എങ്ങനെ? ആര് വന്നു? ആര് വന്നു? എല്ലാവരും പറഞ്ഞേ. ഏലിയാവിന്റെ അനുഭവം അതാണ്. ദൂതന്മാർ വീണ്ടും വന്നു. ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും. ഓക്കെ, റിയലി അടുത്ത വാക്യം എടുത്തേ. ഇതല്ല ഈ വാക്യമല്ല. ആ സിറ്റുവേഷൻ ഞാൻ പറയാം, റെഫറൻസ് ഇതല്ല. അതായത് ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുകയാണ്. ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ ദൂതൻ വന്ന് തട്ടി ഉണർത്തി ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പവും വെള്ളവും കൊണ്ടു കൊടുക്കുകയാണ്. ആര് കൊണ്ടു കൊടുക്കുന്നു? ദൂതന്മാർ. ആ വേദഭാഗം ആരെങ്കിലും എടുത്തെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യൂ. ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടി ഉണർത്തി ഏലിയാവ് അപ്പവും വെള്ളവും കഴിക്കുന്നു. കേട്ടില്ല? 19:5 ശരി, ഇട്ടേ. റൈറ്റ്. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി. എങ്ങനെ? പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി. നിങ്ങൾ അടുത്തിരിക്കുന്നവരോ തട്ടിക്കേ. ഫൈൻ. ഇതുപോലെ ദൂതൻ തട്ടിയതാണ്. ഉറങ്ങിയിരിക്കുന്നവർ പേടിക്കണ്ട. എന്താണ് സംഭവിച്ചത്? ദൂതൻ തട്ടിയതാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ അറിയുന്ന ലെവലിൽ ദൂതന്മാർ തട്ടും. പത്രോസ് ജയിലിൽ കിടന്നു. ദൂതൻ വിലാപ്പുറത്ത് തട്ടി, ചങ്ങല പൊട്ടി, കതകുകൾ തുറന്നു. പത്രോസിനെ ദൂതൻ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി. ദൂതൻ തട്ടിയാൽ പലതും സംഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ സഭയിൽ എത്ര പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ, ദൂതന്മാരുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ചിലപ്പോൾ എൻ്റെ രൂപത്തിലായിരിക്കാം. ദൂതന്മാരുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തുവൻ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23. വെരി ഗുഡ് 23. ഇത്രത്തോളം ആളുകൾക്ക് ദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സെയിം എക്സ്പീരിയൻസ് അല്ലേ? ശരീരത്തിൽ തൊടുന്ന അതേ അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മനുഷ്യനല്ല, ഭൂമിയിലുള്ള ആരുമല്ല. പല ആളുകളും എന്നെയാണ് അവിടെ കാണുന്നത്. ഞാനിവിടെ പാറശാലയിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോഴാണ് മഹാരാഷ്ട്രയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും എന്നെ കിട്ടുന്നത്. ദൂതനെ ദൈവം അയക്കുന്നതാണ്. ഞാൻ വരുന്നതല്ല, ഞാൻ പോലും അറിയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ അവിടെ കിട്ടുന്നു. ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. ദൈവം ഏത് രീതിയിലാണ് തൻ്റെ മക്കളെ സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആക്സിഡന്റിൽ നിന്ന് വിടുവിക്കുന്നു, മന്ത്രവാദത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുന്നു, ഒരു പ്രശ്നത്തിൽ നിന്നും കർത്താവ് ഒരു സൊല്യൂഷനെ കൊടുക്കുന്നു. പലതരത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ മക്കൾക്കൊരു സഹായത്തെ കർത്താവ് കൊടുക്കുകയാണ്. അപ്പോൾ ദൂതന്മാരുടെ ഇടപെടൽ ഏലിയാവിന് കോമൺ ആണ്. ദൂതൻ വന്നത് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടില്ല. ദൂതൻ വന്നു, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. 6-ാം വാക്യത്തിൽ അങ്ങനെ അവൻ ഉണർന്നു നോക്കിയപ്പോൾ കല്ലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അത് തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. ദൂതന്റെ ജോലി എന്താ? തട്ടി ഉണർത്തുന്ന ജോലി മാത്രം. ഉറക്കത്തിൽ തട്ടി ഉണർത്തിയിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? ദൂതൻ തട്ടി ഉണർത്തിയിട്ടുള്ള ആരൊക്കെയുണ്ട്? കൈവർത്തിക്ക്. ദൂതൻ തട്ടി ഉണർത്തിയുള്ളൂ. നല്ലോണം കൈവർത്തിക്ക്. ദൂതൻ നിങ്ങളെ ഉറക്കത്തിൽ വന്ന് തട്ടി ഉണർത്തി. 1 2 3 1 2 3 4 5 6 7 8 9 10. ദൂതന്മാർ തട്ടി ഉണർത്തും. ഒരു പേർ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ല. അദ്ദേഹത്തിന് ദൂതൻ പോയി രാത്രി അടിയും കൊടുത്തു, പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയതുകൊണ്ട്. ബൈബിൾ വായിക്കാതെ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയതുകൊണ്ട് നല്ല അടി കൊടുത്തു. എന്നിട്ട് അടുത്ത ദിവസം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, വേറെ ഇന്നലെ രാത്രി വന്ന് എനിക്ക് അടി തന്നത് എന്തിനാണെന്ന്. പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയാൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഇല്ലെങ്കിൽ
ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, പരിപാലിക്കുന്നത് കൊണ്ട്, സ്വർഗീയമായ സംസർഗം അധികം നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഏലിയാവിനെ ദൂതൻ വന്ന് തട്ടി ഉണർത്തി. ഏലിയാവ് എഴുന്നേറ്റ് തിന്നു, കിടന്നുറങ്ങി. എന്തിനാ ദൂതൻ തട്ടിയത്? തിന്നിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്, ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ദൂതൻ തട്ടി ഉണർത്തുകയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ വർഷം ദൂതന്മാരുടെ ഇടപെടൽ ദൈവമക്കളുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാളും അധികമാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന മക്കൾക്ക് അതുണ്ടാകും. 2024 പോലെയല്ല, 2024-നെക്കാളും 25 ദൂതന്മാരുടെ ഇടപെടൽ അധികം എണ്ണം ഉണ്ടാകും, അധികമായിട്ടുണ്ടാകും. 2024 ഉള്ളതിനേക്കാൾ അധികം മഹത്വം, അധികം ആശീർവാദങ്ങൾ ധാരാളമായി 2025 ഉണ്ടാകും. 2024 അധികം ഉണ്ടായി, എന്നാൽ അതിനേക്കാളും ഉണ്ടാകും. ആമേൻ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. അധികം ഉണ്ടാകും. സ്വീകരിപ്പാൻ റെഡി ആയിട്ടിരുന്നോ? എപ്പോൾ വേണമെങ്കിലും ദൂതൻ വരാം. ഓക്കെ, ചിലപ്പോൾ എൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മമ്മിയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. എപ്പോൾ വേണമെങ്കിലും ദൂതൻ വരാം. ദൂതൻ വരും. ചിലർക്ക് ടീച്ചിങ്സ് നടത്തും, ചിലർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരും, പല ഇൻസ്ട്രക്ഷൻസ് തരും, പല കാര്യങ്ങളിൽ നിന്നും ഡെലിവറൻസ് തരും, ചില രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പല കാര്യങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം തൻ്റെ ദൂതനെ അയച്ചു ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് വെറും വാക്കല്ല, ആൾറെഡി നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ട്. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ സാക്ഷികൾ ധാരാളം നമ്മൾ കേട്ടു. അപ്പോൾ ഇനി നടക്കുമെന്ന് പുതുതായി പറയുകയല്ല, അത് വർദ്ധിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ ഇനിയും പല ആളുകളുടെ മേലും, പുതുതായി ഇതുവരെ അനുഭവമില്ലാത്ത പലരുടെ മേലും ദൂതന്മാരുടെ ഇടപെടലുകൾ സ്വർഗം തുടരുവാൻ പോവുകയാണ്. അത് വർദ്ധിക്കുവാൻ പോവുകയാണ്. ഓരോ ദൈവമക്കളും ഏറ്റെടുക്കുവാൻ ആരാധിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾക്കാണ് ദൂതന്മാരുടെ മിനിസ്ട്രി, നിങ്ങൾക്കാണ് ദൂതന്മാരുടെ സേവ. ആരാധിക്കുന്ന ദൈവജനത്തിന്, സ്തുതിക്കുന്ന ദൈവജനത്തിന്, കർത്താവിന് മഹത്വത്തെ കൊടുക്കുന്ന ദൈവജനത്തിന് ദൈവദൂതന്മാരുടെ സേവ, ദൈവദൂതന്മാരുടെ സഹായം ധാരാളമായി ഉണ്ടാകും. ഇന്ന് ദൂതന്മാരുടെ ഇടപെടൽ, അതിനായിട്ടുള്ള ഓപ്പണിങ്സ് പലരുടെ ജീവിതത്തിലും കർത്താവ് തുറന്നു തരികയാണ്. പലരുടെ ജീവിതത്തിലും കർത്താവ് തുറന്നു തരികയാണ്. യെസ്, ദൂതന്മാരുടെ ഇടപെടൽ ധാരാളം ഉണ്ടാകട്ടെ. വലിയ മഹത്വകരമായ കാര്യാദികൾ നിങ്ങളുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, നിങ്ങളുടെ ഫിനാൻസിൽ, നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, പല ഏരിയാസിലും ദൂതന്മാരുടെ ഇടപെടൽ ധാരാളമായി കർത്താവ് അനുവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ യാത്രയിലായിരിക്കും ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ തന്നെ അടുത്ത് വന്നിരിക്കും. റിയലി ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, പക്ഷേ ദൂതനായി അവിടെ ദൈവം അയക്കും. ഓക്കെ, ആ സമയത്ത് പല കാര്യങ്ങൾ കർത്താവ് ഇടപെടും. അങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി തയ്യാറാകുവേൻ. ഫിലിപ്പോസിനെ ദൈവം ആത്മാവിൽ എടുത്തുകൊണ്ടുപോയി, ഏലിയാവിനെ ദൈവം ആത്മാവിൽ എടുത്തുകൊണ്ടുപോയി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ നാളുകളിൽ അധികം ഉണ്ടാകാൻ പോവുകയാണ്. സഭയുടെ വാഴ്ചയുടെ കാലഘട്ടം, ദൈവജനത്തിന് ദൂതന്മാരുടെ സേവ, ദൈവജനത്തിന് ദൂതന്മാരുടെ സർവീസ് അധികമായി ലഭിക്കുന്ന ഒരു ടൈമിലേക്ക്, സഭയുടെ വാഴ്ചയുടെ കാലഘട്ടത്തിലേക്ക് ദൈവജനം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ, അപ്പോ എലിയാവ് എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ സഹായമുള്ള, അസിസ്റ്റൻസ് ഉള്ള, മിനിസ്ട്രിങ് അനുഭവിക്കുന്ന ഒരുവനാണ് ഏലിയാവ്. ഇന്ന് ഇവിടെ തന്നെ 20-ലധികം ആളുകൾ, ദൂതന്മാരുടെ സേവനം ലഭ്യമായിട്ടുള്ള ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. പ്രത്യക്ഷത്തിൽ, വിശ്വാസത്തിലല്ല, പ്രത്യക്ഷത്തിൽ, അനുഭവത്തിൽ, റിയൽ ലൈഫിൽ, റിയാലിറ്റിയിൽ അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അത് ഏലിയാവിന്റെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ഈ അനുഭവങ്ങളിൽ ചിലത് ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അനുഭവങ്ങൾ ഇനിയും വർദ്ധിക്കുവാൻ നമ്മൾ വിട്ടുകൊടുത്താൽ, സ്വർഗത്തിന്റെ വലിയ അനുഭവങ്ങൾ കർത്താവ് ധാരാളമായി ഓരോ മക്കളുടെ ജീവിതത്തിലും ധാരാളമായി തരും. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ധാരാളമായി അത് ഉണ്ടാകട്ടെ, അത് വർദ്ധിക്കട്ടെ, അത് പെരുകട്ടെ. ദിനംതോറും ദൈവദൂതന്മാരുടെ പരിപാലനം, ദൈവദൂതന്മാരുടെ സഹായം, ദൈവദൂതന്മാരുടെ കാവൽ ധാരാളമായി ദൈവജനത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓക്കെ, ഇനി മറ്റൊരു അഭിഷിക്തനെയും കൂടെ നമുക്ക് ചിന്തിക്കാം. എലീശ, ഏലിയാവിന്റെ ശിഷ്യൻ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. 2 രാജാക്കന്മാർ 6:15. അവിടെ എന്ത് സംഭവിക്കുന്നു? ദൈവപുരുഷന്റെ ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ
ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. വലിയൊരു സൈന്യം വന്ന് അവരെ വളഞ്ഞിരിക്കുന്നു. ബാല്യക്കാരൻ അത് കണ്ട ഉടനെ എങ്ങനെ പ്രതികരിച്ചു? അയ്യോ യജമാനനെ, മാവിൽ അധികാരങ്ങളെ ഉപയോഗിക്കാം. ഉറങ്ങി എഴുന്നേറ്റവർ പേടിക്കണ്ട, ഇവിടെ പ്രസംഗത്തിന്റെ ഭാഗമായി വന്നൊരു സന്ദർഭമാണ്. ഓക്കെ, ശരി. നോക്കിക്കേ, ബാല്യക്കാരനെ പോലെ അയ്യോ ഇനി ഞാൻ എന്തു ചെയ്യും, ഞങ്ങൾ എന്തു ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എന്താണ് അവസ്ഥ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം, ഇങ്ങനെ പറയുന്ന ശിശുക്കൾ ആയിരിക്കണ്ട. കയറി വാ, നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്, അവരോട് കൂടെയുള്ളവനേക്കാൾ ശക്തനാണ്. എൽഷഡായാം ദൈവം, അഡോനായി, എൽറോയി, ഏലോഹീം, അത്യുന്നതനായ ദൈവം, മഹോന്നതനായ ദൈവം, സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുള്ളപ്പോൾ ആ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ മഹത്വത്തെ സ്വന്തമാക്കുവാൻ ദൈവവൈതലെ നിന്നെ വിളിച്ചിരിക്കുന്നു. ആ എൽഷഡായുടെ മഹത്വം, അഡോനായുടെ മഹത്വം, എൽറോയിയുടെ മഹത്വം, ഏലോഹീമിന്റെ മഹത്വം, ആ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയുവാൻ കണ്ണുകൾ തുറന്നു വരട്ടെ. ആ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വർദ്ധിക്കട്ടെ. കൂടെയുള്ളവന്റെ മഹത്വം തിരിച്ചറിയണം. കൂടെ ഉണ്ടായിരുന്നിട്ടും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നില്ലേ, മഹത്വം സ്വന്തമാക്കാൻ കഴിയില്ല. കൂടെയുള്ളവൻ മഹത്വമുള്ളവനാണ്. കൂടെയുള്ളവൻ സർവശക്തനാണ്. കൂടെയുള്ളവൻ സൗഖ്യദായകനാണ്. കൂടെയുള്ളവൻ സൃഷ്ടാവാണ്. കൂടെയുള്ളവൻ നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ നടത്തുവാൻ, നിന്നെ കാക്കുവാൻ ശക്തനാണ്. കൂടെയുള്ളവന്റെ മഹത്വത്തെ തിരിച്ചറിയുവേൻ. ഇത് കേൾക്കുമ്പോൾ മാത്രമല്ല, പുറത്തിറങ്ങി മറ്റൊരുവൻ നെഗറ്റീവ് സംസാരിച്ചാലും പേടിപ്പിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും, പുറത്തിറങ്ങുമ്പോൾ ഏത് നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്താലും അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയണം, കൂടെയുള്ളവൻ ഇതിനേക്കാൾ വലിയവനാണ്, കൂടെയുള്ളവൻ ഇതിനേക്കാൾ ശക്തനാണ്, കൂടെയുള്ളവൻ ഇതിനേക്കാൾ മഹത്വമുള്ളവനാണ്, കൂടെയുള്ളവൻ സൃഷ്ടാവാണ്, കൂടെയുള്ളവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. കൂടെയുള്ളവന്റെ മഹത്വം തിരിച്ചറിയുവാൻ കണ്ണു തുറക്കട്ടെ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവപൈതലാണോ, സ്തുതിക്കുന്ന ദൈവപൈതലാണോ, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. തിരിച്ചറിയണം. നിന്റെ മനസ്സുകൊണ്ട്, വാക്കുകൾ കൊണ്ട് അവനെ റിജക്റ്റ് ചെയ്യരുത്. തിരിച്ചറിയണം, കൂടെയുള്ളവൻ മഹത്വങ്ങളെ ചെയ്യും. കൂടെയുള്ളവൻ ഇല്ലാത്തിടത്ത് വഴി തുറക്കും. അവൻ മരുഭൂമിയിൽ നീരുറവയെ തുറക്കും. അവൻ മലകളെ തകർത്തുകളയും, വെല്ലുവിളികളെ തകർത്തുകളയും, തടസ്സങ്ങളെ തകർത്തുകളയും. കൂടെയുള്ളവൻ നിസ്സാരക്കാരനല്ല. മഹത്വത്തിന്റെ ദൈവം, രാജാതി രാജാവ്, സർവശക്തനായ ദൈവം, കൂടെയുള്ളവൻ നിസ്സാരക്കാരനല്ല. അവൻ രാജാതി രാജാവ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അവൻ വൻ കാര്യങ്ങളെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ റെഡിയായിരിക്കുന്നു. നിന്റെ ശരീരത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും നിന്റെ ശരീരത്തിന്റെ ചെവി കൊണ്ട് കേൾക്കുന്നതും നിന്നെ ബലഹീനപ്പെടുത്തരുത്, ഭയപ്പെടുത്തരുത്, നിരാശപ്പെടുത്തരുത്. ദൈവത്തിന്റെ വചനം നിന്നെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ വചനം നിന്നിൽ ഒരു വെളിച്ചത്തെ തരട്ടെ. ദൈവത്തിന്റെ വചനം നിനക്കൊരു ധൈര്യത്തെ തരട്ടെ. കൂടെയുള്ളവൻ ശക്തനാണ്. അവനെ തിരിച്ചറിയാതെ ഭയപ്പെട്ടിരിക്കേണ്ട, അവനെ തിരിച്ചറിയാതെ കലങ്ങിയിരിക്കേണ്ട, അവനെ തിരിച്ചറിയാതെ നിരാശപ്പെട്ടിരിക്കേണ്ട. കൂടെയുള്ളവന്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ ആരാധിക്കുന്ന ദൈവവൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, ശക്തനായി എഴുന്നേറ്റ് വാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എന്താണ് അവൻ കണ്ടത്? എലീശയുടെ ചുറ്റും
അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഒരു ദൈവബന്ധന്റെ പ്രൊട്ടക്ഷനെ നോക്കൂ. എന്താണ് ദൈവബന്ധന്റെ പ്രൊട്ടക്ഷൻ? അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു. കാരണം എലീശ സ്പിരിച്വലി ഉന്നതങ്ങളിലാണ്. അതുകൊണ്ട് വലിയ പ്രൊട്ടക്ഷൻ എലീശയ്ക്കുണ്ട്. നോർമലി വന്ന് എലീശയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. സ്പിരിച്വലി വളർന്നു വന്നാൽ, ആത്മീകമായി വളർന്നു വന്നാൽ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച ഒരു വചനം ഇങ്ങനെയാണ്: ഓരോരുത്തർക്കും സ്പിരിച്വലി പല ലെവലുകളാണ്, പല തട്ടുകളാണ്. ഞാൻ അതിനെ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തോട് ഞാനൊന്ന് താരതമ്യം ചെയ്യാം. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഭരണാധികാരികളായി പഞ്ചായത്ത് മെമ്പറുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. അങ്ങനെ പല പൊസിഷനിലുള്ള ആളുകളുണ്ട്. ശരിയല്ലേ? അല്ലേ? ഇന്ത്യക്കാരാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ലേ? ഏത് രാജ്യത്തിൽ നിന്ന്? ഓക്കെ, പല പൊസിഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോ ഈ പൊസിഷൻസിനെല്ലാം പ്രൊട്ടക്ഷൻ ഡിഫറെന്റ് ലെവലാണ് അല്ലേ? പ്രധാനമന്ത്രിക്ക് നല്ല എസ്കോട്ട് ഉണ്ടാവും, പട്ടാളക്കാരുണ്ടാകും, വെടിവെക്കാൻ കണക്കിനുള്ള ഗാർഡ്സ് ഉണ്ടാകും, ബ്ലാക്ക് കാറ്റ്സ് ഉണ്ടാകും, ഹെലികോപ്റ്റർ സർവൈലൻസ് ഉണ്ടാകും, എല്ലാ ഏരിയസിലും ഹൈ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ആർക്ക്? പ്രധാനമന്ത്രിക്ക്. പ്രധാനമന്ത്രിയുടെ അത്ര പ്രൊട്ടക്ഷൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകില്ല. ഉണ്ടാകോ? ഇല്ല. അതിൻ്റെ കീഴേ മാത്രമേ ഉണ്ടാകുള്ളൂ. ശരിയല്ലേ ബ്രദർ? റോബർട്ട് ബ്രദർ? ആ അതെ. അടുത്ത് പഞ്ചായത്ത് മെമ്പറിന് എത്ര പ്രൊട്ടക്ഷൻ കാണും? പറഞ്ഞേ. എത്ര ബോഡി ഗാർഡ്സ് കാണും പഞ്ചായത്ത് മെമ്പറിന്? കേട്ടില്ല? 2? ഇല്ല, 0. പഞ്ചായത്ത് മെമ്പറിന് ഒരു ബോഡി ഗാർഡും ഇല്ല. മുഖ്യമന്ത്രിക്ക് ബോഡി ഗാർഡ്സ് ഉണ്ട്, എസ്കോട്ട് സിസ്റ്റം ഉണ്ട്. അതിലും ശക്തമായ സിസ്റ്റം പ്രധാനമന്ത്രിക്കുണ്ട്. കറക്റ്റ്? ശരി. സ്പിരിച്വലി നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നാൽ ഒരു ബോഡി ഗാർഡും കാണില്ല. സ്പിരിച്വലി ഒരു മുഖ്യമന്ത്രിയെങ്കിലും ആയാൽ കുറച്ചെങ്കിലും എസ്കോട്ട് കാണും. സ്പിരിച്വലി നിങ്ങളെ വീണ്ടും പവർഫുൾ ആയാൽ പ്രൈം മിനിസ്റ്ററെങ്കിലും ആ ലെവലിലെങ്കിലും വന്നാൽ ഹൈ ലെവൽ പ്രൊട്ടക്ഷൻ കാണും. എലീശ സ്പിരിച്വലി ഹയർ ലെവലിലാണ്. അഗ്നിമയമായ രഥങ്ങളും അഗ്നിമയമായ അശ്വങ്ങളും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ സ്വർഗീയമായി ലഭിക്കത്തക്ക അളവിൽ എലീശ സ്പിരിച്വലി സ്ട്രോങ് ആണ്, സ്പിരിച്വലി വളർന്നിട്ടുണ്ട്. ഞാൻ ഇന്നത് പറയുമ്പോൾ നിങ്ങളും ആ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. കേട്ട് കൈയടിച്ച് മാത്രം ഇരിക്കാനല്ല. പഞ്ചായത്ത് മെമ്പറായി ഇരുന്നാൽ പോരാ, ഒരു പ്രൊട്ടക്ഷനും കാണില്ല, ഒരു ദൂതനും കാണില്ല. ദൂതൻ കൂടെ വേണോ? ഹയർ ലെവലിലേക്ക് കയറണം. ഹയർ ലെവലിലേക്ക് കയറുമ്പോൾ ദൂതന്മാർ ആളത്വമായി കൂടെ ഉണ്ടാകും. അത് നിങ്ങൾ കാണും, അത് നിങ്ങൾ അനുഭവിക്കും. ഞാനിന്ന് ചിലപ്പോൾ ചില ഏരിയാസിൽ പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ആരംഭിക്കുമ്പോഴേ അവിടെ നിന്ന് പിശാച് ഓടി തുടങ്ങും. ഞാൻ വീട്ടിൽ നിന്ന് ആരംഭിക്കുമ്പോഴേ അവിടെ നിന്ന് ചിലപ്പോൾ അസ്വസ്ഥതകളെ മാറി തുടങ്ങും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആ വഴിയിലെത്തുമ്പോഴേ എല്ലാ പ്രശ്നവും അവിടെ തീരും. ചില ആളുകൾ ചർച്ചിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസിൽ വരും. ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴേ നോർമൽ ആവും. ഈ കോമ്പൗണ്ടിലേക്ക് വരുമ്പോഴേ എല്ലാ അസ്വസ്ഥതകളും തീർന്ന് അവർ ഓക്കെ ആകും. കാരണം എന്തെന്നറിയാമോ? അറിയാം, ആ ഡീമോണിക് പവേഴ്സിന് അറിയാം ഇതിനകത്ത് അതിന്റെ വേല നടക്കില്ല. ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇത് ഹൈലി സെക്യൂർഡ് ഏരിയ ആണ്. ഇവിടെ പിശാചിന്റെ തന്ത്രങ്ങൾ, ആയുധങ്ങൾ ഫലിക്കയില്ല എന്ന് ആ ദുഷ്ട ശക്തികൾക്ക് അറിയാം. കാൽവരി ക്രൂശിൽ ചിന്തിയ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി തന്റെ മക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് അതിന്റെ അധികാരം, അതിന്റെ സംരക്ഷണം ഉണ്ടെന്ന് ആ ശത്രുവിന്റെ ശക്തികൾക്ക് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് കയറുവിൻ. ദൈവം നിങ്ങൾക്ക് 2 ദൂതന്മാരെ തന്നുവന്നിരിക്കട്ടെ. സപ്പോസ് ഓക്കെ, വചനം കേട്ട് വിശ്വാസത്തോടുകൂടെ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് 2 ദൂതന്മാരെ തന്നുവന്നിരിക്കട്ടെ. ആ ദൂതന്മാർ എപ്പോഴും കൂടെ ഇരിക്കോ? കൂടെ ഇരിക്കില്ലേ? എത്ര വിശ്വസിക്കുന്നു കൂടെ ഇരിക്കുമെന്ന്? ഓക്കെ,
ഇവിടെ നിന്ന് ആരാധനയ്ക്ക് വന്നതിന് ശേഷം ദൂതനെയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഒരു പരദൂഷണം പറയുന്ന ആളിനെ കാണുന്നത്. അവിടെ നിന്ന് അവരുടെ കൂടെ ചേർന്ന് പാപികളുടെ വഴി നിൽക്കും, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കും, ആമേൻ, ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കും. അവിടെ നിന്ന് പരദൂഷണം പറയും, അല്ലെങ്കിൽ പരദൂഷണം പറയുന്നത് കേട്ട് ആസ്വദിക്കും, മറ്റുള്ളവന്റെ കുറ്റം പറയുന്നത് കേട്ട് ആസ്വദിക്കും. 2 ദൂതന്മാരും രാജിവെച്ചിട്ട് അപ്പോൾ തന്നെ അവർ പോകും. ഓക്കെ, ഇവിടെ വന്ന് ദൂതന്മാരുടെ പ്രൊട്ടക്ഷനുമായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് യാത്രയാകും. പുറത്തിറങ്ങിയ ഉടനെ ഒരു കഠിനത, ആ സിസ്റ്റർ ശരിയല്ല, ഈ ബ്രദർ ശരിയല്ല, ആ പാസ്റ്റർ പറഞ്ഞത് ശരിയല്ല, ആ പാസ്റ്റർ അങ്ങനെയാണ്, ഈ സിസ്റ്റർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു കഠിനത മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൂതനെല്ലാം രാജിവെക്കും. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തു, ആ ദൂതന്മാർ എനിക്ക് കാവലായിട്ടുണ്ടെന്ന്. അതാണ് റോഡിൽ പോയി നിൽക്കുമ്പോൾ ദൂതനും കാണൂല, അതിന്റെ ഒരു അംശവും കാണില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ വിശുദ്ധിയിലും ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും താഴ്മയിലും നിൽക്കണം. എങ്കിൽ ദൈവദൂതന്മാരുടെ പരിപാലനം ദൈവമക്കൾക്കുണ്ടാകും. തോന്നുന്നത് പോലെ എല്ലാം സംസാരിക്കുന്നവർക്ക് ദൈവദൂതന്മാരുടെ കാവലുണ്ടാകില്ല. ശത്രു വരുമ്പോൾ ദൂതൻ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു വിശുദ്ധി വേണം. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കണം, താഴ്മയോടുകൂടി ഇരിക്കണം, വാക്കുകളെ സൂക്ഷിക്കണം. എങ്കിൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കും. മഹത്വകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് അനേക ദൂതന്മാരുടെ പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ ഇന്ന് പുറത്തു പോകാൻ പോവുകയാണ്. എന്നാൽ എത്ര പേർ അടുത്ത ഞായറാഴ്ചയും അതേ പ്രൊട്ടക്ഷനോടെ ഇങ്ങ് വരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ഇന്ന് ദൈവം നിങ്ങൾക്ക് ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ തന്നാൽ, ഓക്കെ, എസ്കോട്ട് തന്നാൽ, നിങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം ദൂതന്മാരുടെ കാവൽ തന്നാൽ, എത്ര പേർ അതിനെ കാത്തു സൂക്ഷിക്കും? കുറച്ചു പേരുണ്ട് കാത്തു സൂക്ഷിക്കാൻ, അല്ലേ? ഓക്കെ, എല്ലാവർക്കും അതിനുള്ള ധൈര്യമില്ല. ചിലർ ആലോചിക്കുകയാണ്, ദൂതനെയും കൂടെ വാങ്ങി ഞാൻ പുറത്തിറങ്ങി അവരെ രാജിവെപ്പിക്കുന്നതിനേക്കാളും വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ചിലർ ആലോചിക്കുന്നത്. ആഗ്രഹിപ്പൻ, കർത്താവ് നമുക്ക് വേണ്ടി സേവകാത്മാക്കളായി ദൂതന്മാരെ തന്നിരിക്കുന്നു. ആ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ നമുക്ക് വേണം. ഹല്ലേലൂയ. കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരിക്കലും വിട്ടുപോകാത്ത ലെവലിൽ ദൈവത്തോടൊരു സമർപ്പണവും സ്നേഹവും വിശുദ്ധിയും താഴ്മയും നല്ല സ്വഭാവവും വേണം. എങ്കിൽ ആ ദൈവസാന്നിധ്യം വിട്ടുപോകില്ല. കാത്തു സൂക്ഷിക്കണം, പരിപാലിക്കണം. ഹല്ലേലൂയ. അതിനായി ഒരു നല്ല ഹൃദയം നമുക്കുണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഡമസ്കോസ് ശത്രുവിന് കയറി വരാൻ പറ്റുന്ന സ്ഥലമല്ല. ഏലിയാവ് അടുക്കാൻ പറ്റില്ല, തീ ഇറങ്ങും. എലീശ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അഗ്നിരഥങ്ങളും അഗ്നി അശങ്ങളും ആ എലീശ എന്ന ദൈവപുരുഷന് ചുറ്റും എപ്പോഴും ഉണ്ട്, തൊടാനേ പറ്റില്ല. ഹല്ലേലൂയ. ഈ ലെവലിലേക്ക് ദൈവത്തിന്റെ മക്കൾ ഉയർന്നു വരണം. ദൈവം തന്റെ മക്കൾക്കായി സേവകാത്മാക്കളായി ദൂതന്മാരെ വെച്ചിട്ടുണ്ട്. ആ ദൂതന്മാരെ നമ്മുടെ പ്രൊട്ടക്ഷനായി എപ്പോഴും ലഭിക്കുവാൻ ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും ഇരുന്നാൽ ആ ദൂതന്മാർ എപ്പോഴും നിൽക്കും. ക്രൂശിനെ നോക്കി യാത്ര ചെയ്യണം. നമ്മുടെ കഴിവ് കൊണ്ടും നീതി പ്രവൃത്തി കൊണ്ടുമല്ല ദൈവം നമുക്ക് തരുന്ന നന്മകളെല്ലാം അത് ദൈവത്തിന്റെ കൃപയാണ്. ആ കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്ത യാഗത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം കർത്താവിനെ ആരാധിക്കാം.